ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ വളരെ രസകരമായ ഒരു സംഭവം നടത്തി. രസകരമായ സംഭവമല്ല, വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് ചെയ്തത്. ഒരു ദിവസം മുൻപ് രാത്രി പെട്ടെന്ന് പോളണ്ടിൽ ഒരു എയർ റെയ്ഡ് അലാറം മുഴങ്ങി. പോളണ്ടിൽ എന്തിനാണ് ഈ എയർ റെയ്ഡ് അലാറം മുഴങ്ങുന്നത്? ഒരു പക്ഷേ റഷ്യ അവിടെ ചില ഡ്രോണുകളെ മിസ്ഫയർ ആക്കി അയച്ചോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിസൈലുകളെ അകത്തേക്ക് അയച്ചോ എന്ന് നോക്കിയാൽ അതെ, 23 ഡ്രോണുകളോളം പോളണ്ട് എയർ സ്പേസിനുള്ളിൽ പ്രവേശിച്ചു. അതിൽ വെറും 4 ഡ്രോണുകൾ മാത്രമാണ് പോളണ്ടിനെ കൊണ്ട് വെടിവെച്ച് വീഴ്ത്താൻ കഴിഞ്ഞത്. ആ ഒരു പ്രത്യേക റീജിയണിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തു. മാത്രവുമല്ല, നാറ്റോ ആർട്ടിക്കിൾ 4 ഇപ്പോൾ പോളണ്ട് ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നാറ്റോയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ യുദ്ധം വരുമോ എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 5 ആണ്. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 4 എന്താണ്? പോളണ്ട് എയർ സ്പേസിനുള്ളിൽ പ്രവേശിച്ച ഡ്രോണുകളിൽ വെറും 4 എണ്ണത്തിന് മാത്രം എന്തുകൊണ്ടാണ് പോളണ്ടിനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചത്? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. റഷ്യ ഉക്രൈൻ ഇതുവരെയും യുദ്ധത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് നോക്കിയാൽ പോളണ്ട് എയർ സ്പേസിനുള്ളിൽ റഷ്യൻ ഡ്രോണുകൾ കടക്കുന്നതാണ്. ഇതിന്റെ ഒരു ടൈം ലൈൻ നമ്മൾ എടുത്തു നോക്കിയാൽ ഇതുവരെയും 24-ലധികം തവണ പോളണ്ടിന്റെ എയർ സ്പേസ് റഷ്യയുടെ ഈ മിസൈൽസും റഷ്യയുടെ ഡ്രോണുകളും വയലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഹൈ ഫ്രിക്ഷൻ ഉണ്ടാക്കിയ ഇൻസിഡന്റ്. റഷ്യയുടെ ഹൈപ്പർസോണിക് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു മിസൈൽ പോളണ്ട് എയർ സ്പേസിൽ 2024 കയറിയതാണ്. അങ്ങനെ നുഴഞ്ഞ ആ ഒരു മിസൈലിനെ പോളണ്ടിനെ കൊണ്ട് ട്രാക്ക് ചെയ്യാൻ സാധിച്ചു. പക്ഷേ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ മിസൈൽ എവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ളത് കണ്ടെത്താനോ പോളണ്ടിനെ കൊണ്ട് കഴിഞ്ഞില്ല. ഇപ്പോൾ അടുത്തിടെ നടന്ന ഈ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ പോളണ്ടിന്റെ വടക്കൻ ഭാഗത്ത്, ഇത് ഉക്രൈന്റെ അതിർത്തിയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ്. അതുവരെയും റഷ്യയുടെ ഡ്രോണുകൾ ബ്രീച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് കൃത്യമായ ടൈമിംഗ് പല വാർത്തകളിലായി പുറത്തു വരുന്നുണ്ട്. പോളണ്ടിന്റെ ഒഫീഷ്യൽ മാധ്യമം ഒരു സമയം പറയുന്നുണ്ട്, മറ്റ് മാധ്യമങ്ങളിലുള്ള വാർത്തകൾ നോക്കുമ്പോൾ മറ്റൊരു സമയം പറയുന്നുണ്ട്. പോളണ്ടിന്റെ ഡിഫൻസ് മിനിസ്റ്റർ സംസാരിക്കുമ്പോൾ ടൈമിംഗ് മാറുന്നുണ്ട്. 8 മണി 9 മണി എന്നൊക്കെ പറയുന്നുണ്ട്, അർദ്ധരാത്രി എന്നും പറയുന്നു. അപ്പോൾ ടൈമിൽ ഒരു മിസ്മാച്ചോടെ സംഭവിക്കുന്നുണ്ട്. അതിനാൽ സമയത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നില്ല. അകത്ത് സംഭവിച്ച ഈ കാര്യം എന്താണെന്ന് നോക്കാം. 23 ഡ്രോണുകൾ വന്നു എന്ന് പറഞ്ഞു. അതിൽ 19 ഡ്രോണുകൾ പോളണ്ടിന്റെ എയർ സ്പേസിൽ തന്നെ സ്റ്റേ ചെയ്തു. ബാക്കിയുള്ള 4 ഡ്രോണുകൾ പോളണ്ടിന്റെ എയർ സ്പേസ് വിട്ട് വീണ്ടും ഉക്രൈനുള്ളിലേക്ക് പ്രവേശിച്ചു. ഈ പോളണ്ടിന്റെ എയർ സ്പേസിനുള്ളിലേക്ക് പ്രവേശിച്ച ഡ്രോണുകളെല്ലാം ഉക്രൈന്റെ ലിവീവ് മേഖല വഴിയാണ് ഈ പ്രദേശത്തേക്ക് കടന്നത്. ശരി, ഇപ്പൊ പോളണ്ടിൽ ഡ്രോൺ അകത്തേക്ക് വന്നു. അകത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള ഡ്രോണുകൾ അത് കണ്ടെത്തണം. കൂടാതെ ഇതിന് മുൻപ് വന്ന വാർത്തകളൊക്കെ നോക്കിയാൽ എപ്പോഴെല്ലാമാണോ ഉക്രൈനിൽ ഒരു ഡ്രോൺ ആക്രമണം നടക്കുന്നത്, ഒരു ഏരിയൽ അസോൾട്ട് നടക്കുന്നത്, അപ്പോഴെല്ലാം പോളണ്ട് അവരുടെ ഫൈറ്റർ ജെറ്റ്സിനെ പ്രിക്കോഷണറി മെത്തേഡ്സിലൂടെ, ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഉക്രൈൻ അതിർത്തിയിലൂടെ പറപ്പിക്കും. ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവയെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല? പോളണ്ടിന്റെ എയർ സ്പേസ് അത്രത്തോളം ദുർബലമാണോ, അല്ലെങ്കിൽ അവരുടെ പക്കൽ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം അത്രത്തോളം ഇല്ല എന്ന് ചോദിച്ചാൽ ഇതിന് പുറകിൽ ഒരു വലിയ തന്ത്രം തന്നെയുണ്ട്. അതുപോലെ പോളണ്ടിന്റെ ശ്രദ്ധയിലും ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോ ഉക്രൈനിൽ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുമ്പോഴെല്ലാം പോളണ്ടിന് ഒരു മുന്നറിയിപ്പ് നൽകും. അവർ ഒരുപാട് ഫൈറ്റർ ജെറ്റ്സ്, F-35 വിമാനങ്ങളെല്ലാം പറപ്പിക്കും, F-16 വിമാനങ്ങളെ പറപ്പിക്കും. ഇങ്ങനെ പതിവ് ദൗത്യങ്ങൾ അവിടെ നടത്തും. എന്നാൽ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അകത്തേക്ക് വന്നതെല്ലാം ഇറാനിയൻ മെയ്ഡ് ഷാഹിദ് ഡ്രോൺസിൻ ബേസ് ആയിട്ടുള്ള ജെറാനിയൻ ഡ്രോൺസ് ആണ്. ഇങ്ങനെ അകത്തേക്ക് വരുന്ന ഈ ഡ്രോണുകൾ എപ്പോഴും പോളണ്ട് എയർ സ്പേസിൽ സ്റ്റേ ചെയ്യില്ല. അതായത് ഈ സീസൺ വൈസ് പറവകൾ വരുന്നത് പോലെ ഉക്രൈൻ അതിർത്തിയിൽ നിന്നും പോളണ്ട് എയർ സ്പേസിനുള്ളിലേക്ക് കടന്ന് പെട്ടെന്ന് ചില മിനിറ്റുകൾക്ക് ശേഷം യു ടേൺ അടിച്ച് വീണ്ടും ഉക്രൈനുള്ളിലേക്ക് തന്നെ ഡ്രോണുകൾ പോകും. അപ്പോൾ കൂടുതൽ സമയവും ചെയ്യുന്നത് ഫൈറ്റർ ജെറ്റ്സ് ഈ സ്ക്രാമ്പിൾ ചെയ്യുന്നതിന് ഉള്ളിൽ തന്നെ ഈ ഡ്രോണുകൾ പോളണ്ട് എയർ സ്പേസ് വിട്ട് പുറത്തേക്ക് പോകും. എന്നാൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചൊരു കാര്യം, അകത്തേക്ക് വന്ന ഈ ഡ്രോണുകളിൽ 19 ഡ്രോണുകൾ പോളണ്ട് എയർ സ്പേസിൽ തന്നെ സ്റ്റേ ചെയ്തു. ഇപ്പോൾ അതാണ് ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. സ്റ്റേ ചെയ്തു എന്ന് മാത്രമല്ല, ഒരു സ്ഥലത്ത് ഒരു വീടിന് കേടുപാടുകൾ സംഭവിച്ചു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ 19 ഡ്രോണുകൾ വെറും 4 ഡ്രോണുകൾ മാത്രമാണ് വാർ ഹെഡോട് കൂടി വന്നത്, ആംഡ് ഡ്രോൺസായി വന്നത്. ബാക്കിയുള്ളവയെല്ലാം ഡീകോയ് ഡ്രോൺസായി അകത്തേക്ക് വന്നു. ഇത് കാരണം ഒരു വലിയ ഡാമേജ് പോളണ്ടിന് ഒഴിവായി. ചിന്തിച്ചു നോക്കുക, 19-ൽ 4 അവർ ഡൗൺ ചെയ്തു, ശേഷിക്കുന്ന 15. ഈ 15-ൽ ഒരു 10 വാർ ഹെഡോട് കൂടി അകത്തേക്ക് വന്ന് താഴെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ചിന്തിക്കുക. അതൊരു വലിയ പ്രശ്നമായി മാറുമായിരുന്നു. ഇപ്പോഴും മാറിയിട്ടുണ്ട്. എന്നാൽ വാർ ഹെഡോടുകൂടി താഴെ വീണ് പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നമായി മാറുമായിരുന്നു. ശരി, ഇപ്പൊ പോളണ്ട് എന്തോ ഒരു ശ്രദ്ധക്കുറവിൽ അങ്ങനെ ചെയ്തു. ഉക്രൈനിലേക്ക് തിരിഞ്ഞു പോകുമെന്ന് വിചാരിച്ച് അവരത് ശ്രദ്ധിച്ചില്ല. എങ്കിലും
വീണ്ടും അവരുടെ പക്കൽ F-35s ഉണ്ട്, F-16 ഉണ്ട്. നാറ്റോയുടെ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല അവരുടെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം നാറ്റോ സ്റ്റാൻഡേർഡിൽ യൂറോപ്യൻ യൂണിയനിന് ടോപ്പ് മാച്ചായ ഒന്നാണ്. അപ്പോൾ അതിനൊന്നും ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ, പോളണ്ട് ഈ ഡ്രോണിന്റെ പാത്ത് നേരത്തെ ട്രാക്ക് ചെയ്തു, അല്ലെങ്കിൽ സിവിലിയൻ ബിൽഡിങ്സിനെ വിട്ട് നോ റിസ്ക് സോൺ ആ പ്രദേശത്തെ നോക്കി പോയതുകൊണ്ട് തന്നെ ഇതിനെ ഞങ്ങൾ ഫൈറ്റർ ജെറ്റ്സ് വഴി നിരീക്ഷിച്ചു എന്നതല്ലാതെ അതിനെ വെടിവെച്ച് വീഴ്ത്താനുള്ള ശ്രമങ്ങൾ എടുത്തില്ല. കാരണം വെടിവെച്ച് വീഴ്ത്തുമ്പോൾ അതിന്റെ ഡെബ്രിസ് താഴെ വീണ് സിവിലിയൻസിന് പ്രശ്നമുണ്ടാകും എന്നത് കാരണം അതിന്റെ ട്രാക്കിങ്ങോട് കൂടി ഞങ്ങൾ അവസാനിപ്പിച്ചു. ആ ഡ്രോണുകളെ അങ്ങനെ ഞങ്ങൾ ഉപേക്ഷിച്ചു എന്നും പറഞ്ഞു. പക്ഷേ ഇതിൽ ഒരുപാട് തെറ്റായ കാരണമുണ്ട്. കാരണം അകത്തേക്ക് വന്ന ഡ്രോൺസിന് ഇവരെ കൊണ്ട് നിരീക്ഷിക്കാൻ പോലും കഴിഞ്ഞില്ല. അതിലും ചില കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാറ്റോയുടെ ആർട്ടിക്കിൾ 5 എടുത്ത് നോക്കിയാൽ എല്ലാ രാജ്യങ്ങളും ചേർന്ന് യുദ്ധത്തിന് പോകണമെന്നുള്ളതാണ്. ഇവിടെ പോളണ്ട് ചെയ്തിരിക്കുന്നത് നാറ്റോയുടെ ആർട്ടിക്കിൾ 4 ഇൻവോക്ക് ചെയ്തു. ഒഫീഷ്യലായി മറ്റ് രാജ്യങ്ങൾക്ക് ഒരു ക്ഷണം നൽകി. ആദ്യം ആർട്ടിക്കിൾ 4 എന്താണെന്നുള്ളത് അറിയണം. ഏതെങ്കിലും ഒരു രാജ്യം, നാറ്റോ രാജ്യത്തിൽ ഒരു പ്രശ്നം സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്ക് ഭംഗം സംഭവിക്കുന്ന രീതിയിൽ ഒരു പ്രശ്നം സംഭവിക്കുകയാണ്, അത് മറ്റേത് തൊട്ടടുത്ത രാജ്യത്ത് സംഭവിക്കുകയാണെങ്കിൽ പോലും അത് കാരണം ഈ രാജ്യത്ത് ഒരു പ്രശ്നം സംഭവിക്കുമെന്നൊരു ചിന്ത വന്നാൽ പോലും നാറ്റോ സംഘടനയെല്ലാം വിളിച്ചുകൂട്ടും ആ രാജ്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ ആ രാജ്യം കാരണം എനിക്കൊരു സെക്യൂരിറ്റി പ്രശ്നം വരുന്നുണ്ട്, അത് കാരണം പ്രശ്നമുണ്ട്, ഒരു പക്ഷെ അവിടെ നടക്കുന്ന പ്രശ്നം എൻ്റെ രാജ്യത്തും വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ആ പ്രത്യേക രാജ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തും. ഈ ഡിസ്കഷന്റെ അവസാനത്തിൽ മിലിറ്ററി വൈസ് എന്ത് സഹായം ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് ട്രൂപ്സിനെ അയക്കണമോ, ഈ പ്രശ്നമുണ്ടാക്കുന്ന രാജ്യവുമായി ചർച്ച നടത്തണമോ, ഇങ്ങനെയുള്ള ഡിസ്കഷൻസിൽ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കും. എന്നാൽ ആർട്ടിക്കിൾ 4 ഇതോടുകൂടി മൊത്തം 7 തവണ ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് പോളണ്ടിന്റെ ചരിത്രത്തിൽ 2014 ക്രീമിയെ റഷ്യ അനക്സ് ചെയ്തപ്പോൾ എൻ്റെ സെക്യൂരിറ്റിക്ക് പ്രശ്നമുണ്ട്, ഉക്രൈനിൽ ഒരു പ്രശ്നം സംഭവിക്കുകയാണ്, അപ്പോൾ പോളണ്ടിനും സുരക്ഷയ്ക്ക് പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ കാരണം കാണിച്ചും ഈ ആർട്ടിക്കിൾ 4 ഇൻവോക്ക് ചെയ്തു. അടുത്തിടെ സംഭവിച്ചത് 2022 ബാൾട്ടിക് രാജ്യങ്ങളെല്ലാം ചേർന്ന്, ലാത്വിയ, ലിത്വേനിയ, ഇങ്ങനെ ബാൾട്ടിക് രാജ്യങ്ങളെല്ലാം ചേർന്ന് റഷ്യ അവരുടെ ഈ ഒരു അധിനിവേശം സ്റ്റാർട്ട് ചെയ്തു. ഇത് അവസാനിപ്പിക്കാതെ വിടുകയാണെങ്കിൽ അവർ ഞങ്ങൾക്ക് നേരെ പടയെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നും കരുതി ആർട്ടിക്കിൾ 4 അവിടെ ഇൻവോക്ക് ചെയ്തു. ശരി, അകത്തേക്ക് ഡ്രോണുകൾ വന്നു, ഇത് പോളണ്ട് പറഞ്ഞു. അപ്പോൾ റഷ്യ ഇതിന് മറുപടിയൊന്നും നൽകിയില്ലേ? റഷ്യയുടെ റെസ്പോൺസ് എന്താണെന്ന് ചോദിച്ചാൽ അവർ ഒറ്റ വരിയിൽ വളരെ ലളിതമായി അവസാനിപ്പിച്ചു, ഡ്രോണുകൾ അകത്തേക്ക് വന്നോ? ഓ അങ്ങനെയാണോ? ശരി, ഞങ്ങളൊന്ന് പരിശോധിച്ച് പറയാം. ഇതുപോലെയാണ് അവർ പറഞ്ഞത്. ക്രെംലിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്, ഞങ്ങൾ ഉക്രൈനുള്ളിൽ ഫയർ ചെയ്ത ഡ്രോൺസ് എല്ലാം മാക്സിമം 750 കിലോമീറ്റർ റേഞ്ചുള്ള ഡ്രോൺസ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫയർ ചെയ്ത ഡ്രോൺസ് എല്ലാം മാക്സിമം പോളണ്ട് എയർ സ്പേസിനുള്ളിലേക്ക് നുഴയേണ്ട സാധ്യത വളരെ കുറവാണല്ലോ. ഇവിടെ ഇത് സംബന്ധിക്കുന്ന ചില വിശദാംശങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ ഡീറ്റെയിൽസ് എല്ലാം ലഭിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ളൊരു പ്രഖ്യാപനം നടത്താം എന്ന് വളരെ ലളിതമായി ഒരു വരിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് നാറ്റോയെ തന്നെ മണ്ടന്മാരാക്കുകയായിരുന്നു. പോളണ്ട് ഇപ്പോൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണുള്ളത്. അവരുടെ അഹങ്കാരത്തിന് തന്നെ ഒരു മുറിവേറ്റിട്ടുണ്ട്. പോളണ്ടിന്റെ ഡിഫൻസ് മിനിസ്റ്ററൊക്കെ വളരെ അസ്വസ്ഥനായി തന്നെ സംസാരിച്ചു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നാറ്റോ എന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് പ്രൊട്ടക്ഷൻ നൽകാനേ കഴിയുന്നില്ലേ? റഷ്യ അകത്തേക്ക് 23 ഡ്രോണുകൾ അയച്ചു. 19 ഡ്രോൺ എൻ്റെ എയർ സ്പേസിനുള്ളിലാണ് വന്നത്. 19 ഡ്രോണുകൾ 15 ഡ്രോണുകൾ താഴെ വീണ് ഇമ്പാക്ട് സംഭവിച്ചു. ഇതാണോ നിങ്ങളുടെ സെക്യൂരിറ്റി എന്ന രീതിയിൽ അദ്ദേഹം വളരെ അസ്വസ്ഥനായി സംസാരിച്ചു. ഈ വശത്ത് പുടിൻ, ക്രെംലിനൊക്കെ പറയുന്നത് അങ്ങനെയാണോ, അകത്തേക്ക് വന്നോ, ഈ രീതിയിലാണ് മറുപടി പറയുന്നത്. അപ്പോൾ പോളണ്ട് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു യുദ്ധത്തിൻ്റെ വളരെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്തെങ്ങനെയായാലും ഇവരെ കൊണ്ട് ആർട്ടിക്കിൾ 5 ഇപ്പോഴത്തേക്ക് റഷ്യക്കെതിരെ ഇൻവോക്ക് ചെയ്യാൻ കഴിയില്ല. ഇവരെല്ലാവരും ചേർന്ന് സംസാരിച്ച് തീരുമാനിച്ച് സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യണം. നമ്മൾ നമ്മുടെ ഫൈറ്റർ ജെറ്റ്സിനെ അവിടെ പെട്ടെന്ന് എങ്ങനെ സ്ക്രാമ്പിൾ ചെയ്യാൻ കഴിയും, ഇതിനെ തടയാൻ എന്തെല്ലാം വഴികളുണ്ട്, അല്ലെങ്കിൽ അകത്തേക്ക് ഡ്രോണുകൾ വന്നാൽ അതിനെ മറച്ചു വയ്ക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ, ഇതൊക്കെ സംസാരിക്കുന്നതല്ലാതെ നേരിട്ട് ഇവരെ കൊണ്ട് റഷ്യക്കെതിരെ പടയെടുക്കാനൊന്നും കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് അവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അവർക്ക് നന്നായി തന്നെ അറിയാം. ഞാനിത് ഇത്രത്തോളം പറയാൻ കാരണം, അല്ലെങ്കിൽ ഇവരിങ്ങനെ മറച്ചു വയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറയാനുള്ള കാരണം, റഷ്യയുടെ ഹൈപ്പർസോണിക് സ്പീഡിൽ പോകുന്ന ഏതൊരു ബാലിസ്റ്റിക് മിസൈൽ പോളണ്ട് എയർ സ്പേസിനുള്ളിലേക്ക് കടന്ന് 2.5 മിനിറ്റ് ട്രാവൽ ചെയ്ത് പല കിലോമീറ്ററുകൾ കഴിഞ്ഞ് അകത്തേക്ക് പോയി ഒരു ഇമ്പാക്റ്റ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവർ പറഞ്ഞത് അകത്തേക്ക് മിസൈൽ വന്നു എന്നത് സത്യം തന്നെയാണ്. എന്നാൽ ആ മിസൈൽ എവിടെ വീണു എന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ ട്രാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ആ മിസൈലിന്റെ സിഗ്നൽ ലോസ് ആയ സ്ഥലത്ത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങിയാൽ ഇതൊക്കെ ലഭിക്കുമല്ലോ. ഇത് പറഞ്ഞപ്പോൾ
അതെ, ഞങ്ങളും തിരയുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും ആ മിസൈൽ എവിടെ വീണുവെന്ന് ഞങ്ങൾക്കറിയില്ല. ആദ്യം ആ മിസൈൽ പെട്ടെന്ന് കാണാതായി, റഡാറിൽ നിന്നും അത് അപ്രത്യക്ഷമായി എന്ന വാക്കായിരുന്നു അവർ പറഞ്ഞത്. ഇതിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാകും റഷ്യയുടെ മിസൈൽസ് അല്ലെങ്കിൽ റഷ്യയുടെ ഡ്രോൺസ് അകത്തേക്ക് വന്നു. ഇവർ അറിഞ്ഞുകൊണ്ടും അറിയാത്തതുപോലെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ നമുക്ക് ഉക്രൈൻ തന്നെ ഭേദമെന്ന് പറയേണ്ടി വരും. 100 റഷ്യൻ ഡ്രോൺസ് അകത്തേക്ക് വന്നാൽ 99 ഡ്രോൺസിനെ ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നൊക്കെ പറയും. പക്ഷേ പോളണ്ടിന് ഇവിടെ സംസാരിക്കാനേ അറിയാതെ എന്തൊക്കെയോ സംസാരിക്കുന്നു. വെറും 4 എണ്ണത്തിന് മാത്രമേ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഉക്രൈനെക്കാളും നിങ്ങളുടെ റേഷ്യോ കുറവാണോ എന്നുള്ള ഒരു മീംസ് മെറ്റീരിയലായി തന്നെ ഇതിപ്പോൾ മാറിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.